എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടെൻസുകൾക്കുള്ള പ്രാധാന്യം, അതേമാതിരി വെർബിനുള്ള പ്രാധാന്യം, സംസാരിക്കുമ്പോൾ വെർബിനുള്ള പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല, അതിൽ ആദ്യത്തെ ഫോർമുലയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു വെർബാണ് എടുത്തിരിക്കുന്നത്, ഗോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വെർബിന് 3 ഫോംസ് ഉണ്ടാകും. ഒന്ന് പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് ഫോം, പിന്നെ പാസ്റ്റ് ഫോം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോൾ ഗോ എടുത്തു കഴിഞ്ഞാൽ ഗോ, വെൻറ്റ്, ഗോൺ. നോക്കൂ, എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കാം നമുക്ക്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ഐ ഗോ, ഞാൻ പോകുന്നു. ആ ഞാൻ പോകുന്നു എന്നുള്ള സെൻറ്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെ രൂപപ്പെടുന്നു നോക്ക്. ഡു യു ഗോ, നിങ്ങൾ പോകുന്നോ? പിന്നെ നോക്ക്, വൈ ഡു യു ഗോ, നിങ്ങൾ എന്തിനു പോകുന്നു? വൈ ഡു യു ഗോ, നിങ്ങൾ എന്തിനു പോകുന്നു? ഐ ഡോണ്ട് ഗോ, ഞാൻ പോകുന്നില്ല. ഐ ഡോണ്ട് ഗോ, ഞാൻ പോകുന്നില്ല. അവിടെ അതിനുശേഷം അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു നോക്ക്. ഡോണ്ട് യു ഗോ, നിങ്ങൾ പോകുന്നില്ലേ? ഡോണ്ട് യു ഗോ, നിങ്ങൾ പോകുന്നില്ലേ? വൈ ഡോണ്ട് യു ഗോ, നിങ്ങൾ എന്തിനു പോകുന്നില്ല? വൈ ഡോണ്ട് യു ഗോ, നിങ്ങൾ എന്തിനു പോകുന്നില്ല? നെക്സ്റ്റ് നോക്കൂ. വേർ ഡു യു ഗോ, നിങ്ങൾ എവിടെ പോകുന്നു? വേർ ഡു യു ഗോ, നിങ്ങൾ എവിടെ പോകുന്നു? അടുത്ത് നോക്കൂ. ഐ ഷുഡ് ഗോ, എനിക്ക് പോകണം. ഐ ഷുഡ് ഗോ, എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകണം. സെയിമാണ്, ഐ ഷുഡ് ഗോ തന്നെയാണ് ഐ ഹാവ് ടു ഗോ. ഐ വാണ്ട് ടു ഗോ, അതും അത് തന്നെ, എനിക്ക് പോകണം. ഐ മസ്റ്റ് ഗോ, ഇതും എനിക്ക് പോകണം എന്നാണ്. പക്ഷേങ്കിൽ ഞാൻ പോകേണ്ടതാണ്. ഐ മസ്റ്റ്, എന്ത് തന്നെ ഉറപ്പായിട്ട് എന്ത് തന്നെ ആയാലും പോകേണ്ടതാണെന്നുള്ള ആ ഒരു സംഗതിക്കാണ് ഐ മസ്റ്റ് ഗോ എന്ന് പറയുന്നത്. ഞാൻ എന്ത് തന്നെ ആയാലും പോകേണ്ടതാണ്. ഐ ഷുഡ് ഗോ എന്ന് പറയുന്നത് ഒരു കടമയെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ പോകേണ്ടതാണ്, എനിക്ക് പോകണം എന്നുള്ള ഒരു കടമയാണ് ഐ ഷുഡ്. പിന്നെ നോക്ക്, ഐ ഷുഡിൻ ഗോ, എനിക്ക് പോകണ്ട, ഞാൻ പോകരുത്. ഐ ഷുഡിൻ ഗോ, എനിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ പോകരുത്. പിന്നെ നോക്ക്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. ഐ ഷുഡ് ഹാവ് ഗോൺ, ഞാൻ പോകേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോൺ, ഞാൻ പോകേണ്ടതായിരുന്നു. ഐ ഷുഡിൻ ഹാവ് ഗോൺ, ഞാൻ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ പോകാൻ പാടില്ലായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നു. ഐ വുഡിൻ ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നില്ല. ഐ വുഡിൻ ഹാവ് ഗോൺ, ഞാൻ പോകുമായിരുന്നില്ല. ഇത് ഇത്രയും പറഞ്ഞത് പ്ലൂരലിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ്. ഇത് നോക്കി, ഇത് സിംഗുലറാണ്. ഹി, അയാൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, വെർബിൻ്റെ കൂടെ എസ് ഉപയോഗിക്കും. ഹി ഗോസ്, അയാൾ പോകുന്നു. ഹി ഗോസ്, അയാൾ പോകുന്നു. അതിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും നോക്ക്. ഡസ് ഹി ഗോ, ഡസ് ഉപയോഗിക്കുമ്പോൾ ഗോയിൻ്റെ കൂടെ എസ് വേണ്ട. ഡസ് ഹി ഗോ, അയാൾ പോവുകയാണോ? ചോദ്യമാണ്. അയാൾ പോവുകയാണോ? ഡസ് ഹി ഗോ. വൈ ഡസ് ഹി ഗോ, അയാൾ എന്തിനു പോകുന്നു? വൈ ഡസ് ഹി ഗോ, അയാൾ എന്തിനു പോകുന്നു? ഹി ഡസൻറ്റ് ഗോ, അയാൾ പോകുന്നില്ല. ഹി ഡസൻ ഗോ, അയാൾ പോകുന്നില്ല. ഡസൻ ഹി ഗോ, അയാൾ പോകുന്നില്ലേ? ഡസൻ ഹി ഗോ, അയാൾ പോകുന്നില്ലേ? ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡസൻറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈ ഡസൻ ഹി ഗോ, അയാൾ എന്തിനു പോകുന്നില്ല? വൈ ഡസൻ ഹി ഗോ, അയാൾ എന്തിനു പോകുന്നില്ല? വേർ ഡസ് ഹി ഗോ, അയാൾ എവിടെ പോകുന്നു? വേർ ഡസ് ഹി ഗോ, അയാൾ എവിടെ പോകുന്നു? ഹി ഷുഡ് ഗോ, അയാൾ പോകണം. ഹി ഹാസ് ടു ഗോ, അയാൾ പോകണം. ഹി വാണ്ട്സ് ടു ഗോ, അയാൾക്ക് പോകണം.
ഹീ മസ്റ്റ് ഗോ, അയാൾ പോകണം. അത് നിർബന്ധമായിട്ടും അതാണ് ഹീ മസ്റ്റ് ഗോ. അയാൾ എന്ത് തന്നെ ആയാലും പോകണം. അതിനാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഷുഡ് ഞാൻ പറഞ്ഞ മാതിരി ഹീ ഷുഡ് ഗോ, അയാൾ പോകേണ്ടതാണ്. അതൊരു കടമയാണ്. ഹീ ഡസൻറ്റ് വാണ്ട് ടു ഗോ, അയാൾക്ക് പോകാൻ താല്പര്യമില്ല. ഹീ ഡസൻറ്റ് വാണ്ട് ടു ഗോ. ഇനി നോക്ക്, ഹീ ഷുഡ് ഹാവ് ഗോൺ, അയാൾ പോകേണ്ടതായിരുന്നു. ഹീ ഷുഡിൻ ഹാവ് ഗോൺ, അയാൾ പോകാൻ പാടില്ലായിരുന്നു. ഹീ ഷുഡിൻ ഹാവ് ഗോൺ, അയാൾ പോകാൻ പാടില്ലായിരുന്നു. ഹീ വുഡ് ഹാവ് ഗോൺ, അയാൾ പോകുമായിരുന്നു. ഹീ വുഡ് ഹാവ് ഗോൺ, അയാൾ പോകുമായിരുന്നു. ഹീ വുഡിൻ ഹാവ് ഗോൺ, അയാൾ പോകുമായിരുന്നില്ല. ഹീ വുഡിൻ ഹാവ് ഗോൺ, അയാൾ പോകുമായിരുന്നില്ല. ഇത് സിംഗുലറിലാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പ്ലൂരലിൽ ഇനിയൊരു ഇത് എന്താ പറയുക, ദേ എന്ന് പറഞ്ഞാൽ എന്താ, അവർ. ദേ ഗോ, അവർ പോകുന്നു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരിക്കുന്നു നോക്ക്. ഡു ദേ ഗോ, അവർ പോകുകയാണോ? അവർ പോകുകയാണോ? വൈ ഡു ദേ ഗോ, അവർ എന്തിനു പോകുന്നു? വൈ ഡു ദേ ഗോ, അവർ എന്തിനു പോകുന്നു? ദേ ഡോണ്ട് ഗോ, അവർ പോകുന്നില്ല. ദേ ഡോണ്ട് ഗോ, അവർ പോകുന്നില്ല. ഡോണ്ട് ദേ ഗോ, അവർ പോകുന്നില്ലേ? ഡോണ്ട് ദേ ഗോ, അവർ പോകുന്നില്ലേ? വൈ ഡോണ്ട് ദേ ഗോ, അവർ എന്തിനു പോകുന്നില്ല? വൈ ഡോണ്ട് ദേ ഗോ, അവർ എന്തിനു പോകുന്നില്ല? വേ ഡു ദേ ഗോ, അവർ എവിടെ പോകുന്നു? വേ ഡു ദേ ഗോ, അവർ എവിടെ പോകുന്നു? നെക്സ്റ്റ്, ദേ ഷുഡ് ഗോ, അവർ പോകണം. അതൊരു കടമയാണ്, അവർ പോകേണ്ടതാണ്. ദേ ഹാവ് ടു ഗോ, അത് തന്നെ, അവർ പോകണം. ദേ വാണ്ട് ടു ഗോ, അതും അങ്ങനെ, അവർക്ക് പോകണം. ദേ മസ്റ്റ് ഗോ, അതും അത് തന്നെ, അവർ പോകണം. അവർ നിർബന്ധമായും പോകണം, അവർ പോകേണ്ടതാണ്. അതാണ് ദേ മസ്റ്റ് ഗോ. ഇനി ദേ ഷുഡിൻ ഗോ, അവർ പോകരുത്. ദേ ഷുഡിൻ ഗോ, അവർ പോകരുത്. ദേ ഡോണ്ട് വാണ്ട് ടു ഗോ, അവർക്ക് പോകാൻ താല്പര്യമില്ല. ദേ ഡോണ്ട് വാണ്ട് ടു ഗോ, അവർക്ക് പോകാൻ താല്പര്യമില്ല. ദേ ഷുഡ് ഹാവ് ഗോൺ, അവർ പോകേണ്ടതായിരുന്നു. ദേ ഷുഡ് ഹാവ് ഗോൺ, അവർ പോകേണ്ടതായിരുന്നു. ദേ ഷുഡിൻ ഹാവ് ഗോൺ, അവർ പോകാൻ പാടില്ലായിരുന്നു. ദേ ഷുഡിൻ ഹാവ് ഗോൺ, അവർ പോകാൻ പാടില്ലായിരുന്നു. ദേ വുഡ് ഹാവ് ഗോൺ, അവർ പോകുമായിരുന്നു. ദേ വുഡ് ഹാവ് ഗോൺ, അവർ പോകുമായിരുന്നു. ദേ വുഡിൻ ഹാവ് ഗോൺ, അവർ പോകുമായിരുന്നില്ല. ദേ വുഡിൻ ഹാവ് ഗോൺ, അവർ പോകുമായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ഒരു വെർബ്, അതായത് ഗോ, പോകുന്നു എന്നുള്ളൊരു വെർബാണ് എടുത്തത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇനി കം എന്നുള്ളൊരു വെർബ് ഉപയോഗിച്ചുകൊണ്ട്, കം, കെയിം, കം, ആ വെർബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈറ്റ് എന്നാണെങ്കിൽ അത് ചെയ്യാം. ഇല്ല റൺ എന്നാണെങ്കിൽ അതിൽ നിന്നുണ്ടാക്കാം. ഇല്ല പ്ലേ എന്നാണെങ്കിൽ അതിൽ നിന്നുണ്ടാക്കാം. എത്ര വേർഡ്സുകളിൽ നിന്നുണ്ടാക്കാൻ പറ്റും അത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കാണ്. ഇതിൽ നിന്ന് നോക്കൂ, എത്ര നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എത്ര കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കൂ. ഇത് വളരെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ചില അത്യാവശ്യം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഇനി ഇത് ഒന്നാമത്തെ ഫോർമുലയാണ്. രണ്ടാമത്തെ ഫോർമുല അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.